സബി, സബി, വാതിൽ തുറക്ക്. എന്താ ഈ കുട്ടി വാതിൽ തുറക്കാത്ത? എത്ര നേരമായി വിളിക്കണ്? നീ വിളിച്ചു നോക്ക്, അവിടെ തന്നെ ഉണ്ടാവും. അല്ലാണ്ട് അവിടെ പോണ്. ചിലപ്പോ ഉറങ്ങിയിരിക്കും. സബി, സബി, എന്താ ഇത്ര നേരം വാതിൽ തുറക്കാന്? ഞാൻ എത്ര നേരം ഇങ്ങനെ വിളിക്കണ്? ഞാൻ ഉറങ്ങിപ്പോയിമ്മ, അതാണ് വിളിച്ചത് കേട്ടില്ല. ആ അതാണോ? ഞാൻ ശരിക്കും പേടിച്ചു പോയി. എനിക്ക് നല്ല തലവേദന മോളെ. നീ ഒരു ഗ്ലാസ് കാപ്പി വെക്കി. ആ ചായ വെക്കാണ്. എന്ത് പറ്റി ഇവിടക്ക്? എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇവിടുന്ന് പോകുമ്പോ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മോളെ, എനിക്ക് ഒരു ഗ്ലാസ് ചായ വെച്ചോട്ടാ. ഉപ്പിട്ട് കുടിച്ചാ മതി. ചായ. എന്താണ്? നല്ല ചൂട്, വായ പൊള്ളി, അതാണ്. വായി കൊള്ളണ്ട, നോക്കി കുടിക്കി. എന്താ മോളെ, സുഖൂല്ലേ? മുഖമൊക്കെ എന്താ വല്ലാണ്ടിരിക്കണല്ലോ. പനിയുണ്ടാ? നോക്കട്ടെ. എന്താ മോളെ വിളിച്ചാ? ചെടിയിൽ വെള്ളം നനച്ചോ ചോദിക്കാൻ വിളിച്ചതാണ്. ഓ, ഇതിനാണ് വിളിച്ചത്? അതൊക്കെ ഞാൻ രാവിലെ തന്നെ നനച്ചു. ഞാനാകെ പേടിച്ചു പോയി. ഇവനെന്താ ഇങ്ങനെ നോക്കണത്? ഓ, അപ്പൊ ഇതാണ് ഇവനാണ് ഇപ്പൊ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും എന്നെ പറ്റി കുറ്റം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതാണ് അവളുടെ സ്വഭാവത്തിന് മാറ്റം. ഹലോ, നിങ്ങൾ എപ്പോഴാ വരുന്നത്? ഞാനല്ലേ സബി നിന്നെ കൊണ്ട് പറഞ്ഞത്, എനിക്ക് 2-3 മാസത്തിന് ലീവ് ഒന്നും കിട്ടില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്? എനിക്കിവിടെ ഇരിക്കാനേ ഇഷ്ടമാവണില്ല. അതെന്താ സബി നീ അങ്ങനെ പറയണത്? അവിടെ ഉമ്മയും ഉപ്പയൊക്കെ ഇല്ലേ? ഉപ്പ. ഇതെന്താ സബി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? നിനക്കെന്താ സുഖമില്ലേ? സുഖമില്ലെങ്കിൽ ഞാൻ ഉപ്പാനെ വിളിച്ച് പറയാം നിന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഓ, ഒന്ന് നിർത്തണണ്ട. എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു ഉപ്പ. വേറെ എന്തെങ്കിലും പറയാനുണ്ടാ? ഇവൾക്ക് ഇതെന്താ പറ്റിയത്? സബി, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ ഫോൺ വെക്കണു. എന്താ ഇവള്? ഇങ്ങനെയൊന്നും അല്ലല്ലോ മുമ്പ്.
ഇവൾക്കിത് എന്ത് പറ്റി? ഉപ്പാനെ വിളിച്ച് ചോദിക്കട്ടെ. ഇതെന്താ അവൻ ഈ നേരത്തെ എന്നെ വിളിക്കണ്? ഇനി മറ്റവള് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകുമോ? ഹലോ ഉപ്പ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്ന? എന്ത് പ്രശ്നം? അല്ല, സബി വിളിച്ചിട്ടേ ദേഷ്യപ്പെടുന്നു. സംസാരത്തിലൊക്കെ എന്തൊക്കെയോ മാറ്റം. അവിടെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാവുന്നെ? ഇവിടെ ഞാനും നിന്റെ ഉമ്മയൊന്നും അവളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നിന്റെ കൂട്ടുകാരൻ ചങ്ങാതി ഉണ്ടല്ലോ, അടുത്ത വീട്ടത്തെ മനാഫ്, അവനിനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അവനെന്ത് പറയണേ? എന്റെ ഭാര്യനെ അവനെന്ത് പറയാനാണ്? ഞാനും നിന്റെ ഉമ്മയും ഇല്ലാത്ത നേരത്തെ ഇനി മറ്റേ അവൻ ഇവിടെ വന്നോന്നറിയില്ല. ഒരിക്കൽ പായസം കൊണ്ട് കൊടുത്തു എന്നൊക്കെ കേട്ടു. അപ്പൊ ഞങ്ങളില്ലാത്ത നേരത്തെ ഇനി സംസാരിക്കണ്ടോന്നൊന്നും അറിയില്ല. ഇനി എന്തൊക്കെ പറഞ്ഞു കൊടുക്കണ്ടോ ആർക്കറിയാം. അല്ല, ഇപ്പത്തെ കാലം അങ്ങനെയാണേ. പെൺകുട്ടികളിലൊന്നും വിശ്വസിക്കാനും കൊള്ളൂല. കാമുകന് വേണ്ടിയിട്ട് ഭർത്താവിനെ കൊക്കയിലൊക്കെ തള്ളിയിടുന്ന കാലമാണ്. അപ്പൊ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ നീ? എനിക്കും തോന്നി എന്തോ ഒരു പന്തികേട് അവൾക്ക്. എന്താണെന്നറിയില്ല. നീയൊന്നും ഇനി അവളുടെ അടുത്തേ ഒന്നും ചോദിക്കാനൊന്നും നിൽക്കണ്ട. കാര്യങ്ങളൊക്കെ ഞാൻ നൈസായിട്ട് അറിഞ്ഞിട്ടേ നിന്റെ അടുത്ത് പറയാ വിവരം. അതുവരെ നിന്റെ ഉമ്മ ഒന്നും അറിയണ്ട, മനസ്സിലാകണ്ട. അല്ലെങ്കിൽ രഹസ്യങ്ങളൊന്നും പെണ്ണുങ്ങളെ കൊണ്ട് സൂക്ഷിക്കാനാവില്ലടാ. അതൊക്കെ നമ്മൾ ആണുങ്ങൾക്ക് പറ്റുള്ളൂ, മനസ്സിലാകണ്ട. അതുകൊണ്ട് നീ നിന്റെ ഉമ്മാന്റെ അടുത്ത് പറയാൻ നിൽക്കുമൊന്നും വേണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നൈസായിട്ട് അറിഞ്ഞിട്ടേ നിന്റെ അടുത്ത് വിളിച്ച് പറയാ. മോൻ പോകാൻ വെച്ചോ. ഉള്ള മനസമാധാനം പോയി. അവനവിടെ വന്നിട്ടുണ്ടായിരുന്ന? ആര്? അടുത്ത വീട്ടത്തെ ആ നായി മനാഫ്. അപ്പൊ അതാണ് കാര്യം. എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവൂലേ? മുമ്പ് അവനും ഞാനും തമ്മിലേ ഒരു ഇടപാടുണ്ട്. അവന്റെ ഉമ്മാനെ ഞാൻ വായി നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ ദേഷ്യത്തിൽ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും നിന്റെ അടുത്ത്. ഇതാ, ഈ വീട്ടിൽ ഇനി നല്ല രീതിക്ക് നിന്നാൽ എനിക്ക് കൊള്ളാം. അതല്ല, ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ വിളിച്ച് നിന്റെ കെട്ടിയവനെ വിളിച്ച് വിളമ്പാൻ നിന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിന്നെയും ആ അടുത്ത വീട്ടത്തെ നായി മനാഫുണ്ടല്ലോ, അവനെയും ചെറുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും നിന്റെ കെട്ടിയവനടുത്ത്. പറഞ്ഞില്ല വേണ്ട. പിന്നെ എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ, നിന്റെ കെട്ടിയവന്റെ സ്വഭാവം അറിയാലോ. വെട്ടൊന്ന് തുണ്ട് രണ്ടാണ്, അത് നീ മറക്കണ്ട. പിന്നെ നാട്ടിലും നിന്റെ വീട്ടിലും കൂടി എനിക്ക് പോകാൻ പറ്റാണ്ടാവും. അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിലേ എന്നെ അനുസരിച്ച് ഞാൻ പറയുന്നത് കേട്ട് നിന്നോ. എന്താ സതി, സുഖമില്ലേ? ഒന്നുമില്ലമ്മ. എന്താ കരയണ്? അല്ലമ്മ. നീ വേണമെങ്കിൽ നിന്റെ വീട്ടിലേക്ക് പോണ? ഒരാഴ്ച അവിടെ പോയി നിന്നിട്ട് വന്നോ? ഇവിടെ ഞാനും ഇപ്പയും മാത്രം തന്നെ ഉള്ളൂ. അവനാണെങ്കിൽ ഇവിടെയും ഇല്ല. നിനക്ക് വേണമെങ്കിൽ ബോറടിക്കുണ്ടാവും. നീ ഇപ്പൊ നിന്റെ വീട്ടിലേക്ക് പോയിട്ട് വന്നപ്പോഴേ അവിടുത്തെ ആലോചന തന്നെ നിന്റെ മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ വിഷമം വരുന്നത്. നീ വേണമെങ്കിൽ ഒരാഴ്ച അവിടെ നിന്നിട്ട് വന്നു, ഒരു കുഴപ്പമില്ല. എന്തായാലും ഇക്ക വരുന്നവരെ ഞാൻ അവിടെ പോണതാ നല്ലത്. ശരിമ്മ. ഇക്കാൻ്റെ അടുത്ത് പറയണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. നീ ഇപ്പം നിന്റെ വീട്ടിലേക്ക് പോയി എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞാൽ അവനൊന്നും പറയാൻ പോവില്ല. അവനക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ. നീ എന്തായാലും പോകാൻ നോക്ക്. ഓഹോ, അപ്പൊ വീട്ടിലേക്ക് പോവുകയാണല്ലേ? ശരിയാക്കി തരാ. എന്നാ മോള് പോയിട്ട് റെഡിയാകും. ശരി. പാവം. അവൾക്ക് എന്തായാലും എൻ്റെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അവളുടെ പോക്ക് മുടക്കണം. ഷമീറെ, നിന്റെ ഭാര്യയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞിട്ട് ഇവിടുന്ന് പോണ്ട്.
നിന്റെ അടുത്ത് ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ. ആർക്കറിയാ അവൾ അവളുടെ വീട്ടിലേക്ക് തന്നെയാണ് പോണത് എന്ന്. ഉപ്പ അവൾക്ക് ഫോൺ കൊടുക്ക്. ആ ഞാൻ കൊടുക്കാം. എവിടേക്കാണ്? ദാ നിന്റെ ഭർത്താവ് ഫോണില്. ഹലോ. എന്താ എത്ര നേരം ഫോൺ മേടിക്കാന്? എവിടേക്കാണ് പോണത് നീ? എന്റെ അടുത്ത് ചോദിക്കാണ്ട് ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ തുടങ്ങിയ നീ? ഉമ്മയാണ് പറഞ്ഞത് എന്നെ കൊണ്ട് ഒരാഴ്ച വീട്ടിൽ പോയി നിന്നോളാന്. ഉമ്മ നിങ്ങളെ വിളിച്ച് പറയാന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് നീ എവിടേക്കും പോണ്ട. ഇനി എനിക്ക് പോയേ പറ്റൂന്നുണ്ടെങ്കിലേ ഉപ്പാനും കൂട്ടിയിട്ട് പോയാ മതി. ഞാൻ പോണില്ല. ആ പോണില്ലെങ്കിൽ വേണ്ട. അല്ല അതെന്താ ഉപ്പാനും കൂട്ടിയിട്ട് പോകാൻ പറഞ്ഞപ്പോ നീ പോണില്ല എന്ന് പറയുന്നത്? അപ്പൊ നീ എവിടേക്കാ പോകാൻ ഒരുങ്ങിയത്? ഇതാ വെറുതെ എനിക്ക് പേരുദോഷം വരുത്താൻ നിൽക്കണ്ട. ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾ ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളൂല. എന്തിനാ മോളെ ഫോണൊക്കെ എറിഞ്ഞു പൊട്ടിക്കാൻ നിൽക്കുന്നത്? എന്റെ അടുത്തുള്ള ദേഷ്യം ഫോണിന്റെ മേലെ തീർക്കാണ്. എന്റെ സമ്മതം ഇല്ലാണ്ടേ ഈ വീട്ടിൽ നിന്ന് ഓരോ അടിയും എനിക്ക് എടുത്തു വെക്കാനാവില്ല. എന്നെ അനുസരിച്ച് നീ ഈ വീട്ടിൽ നിന്നാ നിനക്കും കൊള്ളാം എനിക്കും കൊള്ളാം. മോളെ സബി, നീ റെഡി ആയി കഴിഞ്ഞില്ലേ? എത്ര നേരമായി അതിന്റെ ഉള്ളിൽ തന്നെ? വാതിൽ തുറക്ക്. ഇതെന്താ റെഡി ആയില്ലേ? ഞാൻ പോണില്ല. പോണില്ലേ? നീയല്ലേ പോണെന്ന് പറഞ്ഞത്. ഞാൻ വേണമെങ്കിൽ ഉപ്പാനെ കൊണ്ട് കൊണ്ടാക്കി തരാൻ പറയാ. എന്തൊക്കെയോ വിഷമങ്ങൾ നിന്റെ മനസ്സിലുണ്ട്. എന്തായാലും നീ പോകാൻ വേണ്ടി റെഡി ആയതല്ലേ, നീ പോയിക്കോ. ഞാൻ ഷമീറിനെ വിളിച്ചിട്ടേ പറഞ്ഞോളാം. ആഗ്രഹിച്ചിട്ട് ഇനി പോകാണ്ടിരിക്കണ്ട. ഞാൻ ഉപ്പാനെ കൊണ്ട് പറയാ കൊണ്ടാക്കി തരാൻ. നോക്കിന്ന് വേണ്ട.